ഇത് പ്രസന്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ മഹാദുരന്തങ്ങളെല്ലാം 10 വർഷം മുമ്പ് ഒരു പാരിസ്ഥിതിക ശാസ്ത്രജ്ഞൻ പ്രവചിച്ചിരുന്നു. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് 2018 മഹാപ്രളയത്തിൽ 300-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 10 ലക്ഷത്തിലധികം ആളുകൾ വീട് വിട്ട് വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് അന്ന് താമസിച്ചത്. ഒരു കൊച്ചുകുട്ടിക്ക് പാല് പോലും ഇല്ല. ഞങ്ങളിവിടെ വളരെ കഷ്ടത്തിലാണ്. എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് ഇരുന്ന് രക്ഷിക്കൂ സാറുമാരെ. പലരെ വിളിച്ചിട്ടും MLA ഒന്നും എത്തിയിട്ടില്ല. അറിയിച്ചിട്ടുണ്ട്, അവർ എത്തേണ്ടതിനായി പ്രാർത്ഥിക്കുക. സ്റ്റെയർ കേസിലോട്ട് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മൾ കേരളക്കാരെ ഓർമ്മിപ്പിക്കേണ്ടതില്ല. 20,000 കോടി രൂപയാണ് കേരളത്തിലെ ആ പ്രളയക്കെടുതിയുടെ ആകെ നാശനഷ്ടം. കേരളത്തിൽ കഴിഞ്ഞ 100 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും വലിയ പ്രളയമായിരുന്നു അത്. അന്ന് നിരവധി ആളുകൾ വർഗീയത പരത്താൻ ശ്രമിച്ചിരുന്നു. ഈ ആളുകളെക്കുറിച്ച് എനിക്ക് വാക്കുകളില്ല. പക്ഷെ സുഹൃത്തുക്കളെ, പോസിറ്റീവായി നോക്കിയാൽ അവരെ പോലെ കുറച്ചുപേർ മാത്രമേ നാട്ടിലുള്ളൂ. നമ്മുടെ രാജ്യത്തെ ഭൂരിഭാഗം ആളുകളും നല്ല ഉദ്ദേശത്തോടെയും പോസിറ്റീവായി ചിന്തിക്കുന്നവരുമാണ്. അതുകൊണ്ടാണ് ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും കേരളത്തിനായി സംഭാവനകൾ അന്ന് എത്തിയത്. ആയിരക്കണക്കിന് സംഘടനകൾ, വ്യക്തികൾ, സെലിബ്രിറ്റികൾ, നിങ്ങളെപ്പോലെ ആളുകൾ കേരളത്തെ സഹായിച്ചിട്ടുണ്ട്. അന്ന് ഏകദേശം എല്ലാ സംസ്ഥാന സർക്കാരുകളും ശരാശരി 5 തൊട്ട് 10 കോടി രൂപ വരെ സംഭാവന ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ എല്ലാ MP-മാരും MLA-മാരും തങ്ങളുടെ 1 മാസത്തെ ശമ്പളം കേരളത്തിനായി സംഭാവന ചെയ്യുമെന്ന് AAP-യും കോൺഗ്രസും അറിയിച്ചിരുന്നു. അതുപോലെ തമിഴ്നാട്ടിലെ IAS ഉദ്യോഗസ്ഥർ തങ്ങളുടെ 1 ദിവസത്തെ ശമ്പളം കേരളത്തിന് സംഭാവന ചെയ്യുമെന്ന് അറിയിച്ചിരുന്നു. വിദേശ സർക്കാരുകളിൽ നിന്നുപോലും സംഭാവനകൾ ലഭിച്ചിരുന്നു. ഖത്തർ 35 കോടിയും UAE 700 കോടിയും വാഗ്ദാനം ചെയ്തിരുന്നു. അതുപോലെ ഇന്നത്തെ വയനാടിന്റെ അവസ്ഥ കേരളം കണ്ട ഏറ്റവും വലിയ അപകടമായി മാറിയിരിക്കുകയാണ്. 350-ലധികം പേർ മരണപ്പെട്ടു. വീടുകൾ നഷ്ടപ്പെട്ടവർ നിരവധിയാണ്. അതിലുമുപരി 200-ലധികം ആളുകളെ കണ്ടെത്താനായിട്ടില്ല. സ്വന്തം ബന്ധുക്കൾ, മക്കൾ, അമ്മമാർ, അനിയന്മാർ എന്നിങ്ങനെ വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടിട്ടുള്ള അവരുടെ മാനസിക അവസ്ഥ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സമയമെടുക്കും. അതിന് നമ്മുടെ സഹായം അവർ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരോടും സംഭാവന നൽകാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നത്. അത് വലിയ തുകയോ ചെറുതോ ആകട്ടെ, അത് പ്രശ്നമല്ല. ഓരോ തുള്ളിയും സമുദ്രമുണ്ടാക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ് എന്നത് ഓർത്തുകൊള്ളുക. സംഭാവന നൽകാനുള്ള ഏറ്റവും എളുപ്പവും നേരിട്ടുള്ളതുമായ മാർഗം മുഖ്യമന്ത്രിയുടെ ഫണ്ടിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യപ്രകാരമോ സ്വീകരിക്കാം. വളരെ ഒരു വലിയ ചോദ്യം ഉയർന്നു വരുന്നു. എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെ അപകടം ഉണ്ടാകുന്നത്? എന്തായിരുന്നു അതിന് പിന്നിലെ കാരണങ്ങൾ? കാലാവസ്ഥ വ്യതിയാനമാണ് ഏറ്റവും വലിയ കാരണം. ലോകമെമ്പാടും കാലാവസ്ഥ സാഹചര്യങ്ങൾ തീവ്രമായി മാറുകയാണ്. പ്രകൃതി ദുരന്തങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. എന്നാൽ മറ്റൊരു പ്രധാന കാരണവുമുണ്ട്: പ്രാദേശിക പാരിസ്ഥിതിക നാശം. പശ്ചിമഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും ഭയാനകമായ പ്രകൃതി ദുരന്തം സംഭവിക്കാമെന്ന് 10 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട പരിസ്ഥിതി ശാസ്ത്രജ്ഞനുമായ മാധവ് ഗാഡ്ഗിൽ പ്രവചിച്ചിരുന്നു. അക്കാലത്ത് ഉത്തരാഖണ്ഡിലെ വെള്ളപ്പൊക്കം വളരെ പ്രസിദ്ധമായിരുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായി നടപടികളൊന്നും സ്വീകരിച്ചില്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും ഉത്തരാഖണ്ഡ് പോലുള്ള ഒരു സാഹചര്യമുണ്ടാകാമെന്നും അദ്ദേഹം അറിയിച്ചിരുന്നു. 2011 അദ്ദേഹത്തിന്റെ സമിതി ഒരു റിപ്പോർട്ട് പുറത്തിറക്കുകയും 6 വ്യത്യസ്ത സംസ്ഥാന സർക്കാരുകൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തു. കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗോവ എന്നിവയായിരുന്നു ഈ സംസ്ഥാനങ്ങൾ. പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രകൃതി ദുരന്തം ഒഴിവാക്കുന്നതിനുമുള്ള നടപടികൾ ഈ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശിച്ചു. നിർഭാഗ്യവശാൽ എല്ലാ സംസ്ഥാന സർക്കാരുകളും അദ്ദേഹത്തിന്റെ കമ്മിറ്റിയുടെ റിപ്പോർട്ടുകൾ നിരസിക്കുകയും നിർദ്ദേശങ്ങളൊന്നും സ്വീകരിക്കുകയും ചെയ്തില്ല. അനധികൃത നിർമ്മാണങ്ങൾ തടയുക, കല്ല് ഖനന മാഫിയ തടയുക, വനനശീകരണം കുറയ്ക്കുക, നിരവധി നിയമങ്ങളും ചട്ടങ്ങളും നടപ്പാക്കുക തുടങ്ങിയവയായിരുന്നു നിർദ്ദേശങ്ങൾ. BJP, കോൺഗ്രസ്, ഇടതു പാർട്ടി തുടങ്ങിയ വിവിധ പാർട്ടികളിലുള്ള ഈ സംസ്ഥാനങ്ങളെല്ലാം മാധവിന്റെ ശുപാർശകൾ വളരെ വികസന വിരുദ്ധമാണെന്ന് പറഞ്ഞു. അതിന്റെ ഫലം ഇന്ന് നിങ്ങളുടെ മുന്നിലുണ്ട്. കേരളത്തിൽ വെള്ളപ്പൊക്കമുണ്ടായെങ്കിലും മറ്റ് സംസ്ഥാനങ്ങൾ ശുപാർശകളൊന്നും പാലിച്ചില്ല. വിവിധ സംസ്ഥാനങ്ങളിലും ഇത് സംഭവിക്കാമായിരുന്നു. കേരളത്തിലെ 2018 പ്രളയത്തിന് ശേഷം അനധികൃത നിർമ്മാണങ്ങൾ നിർത്തിയില്ലെങ്കിൽ മഹാരാഷ്ട്രയോ ഗോവയോ പ്രകൃതി ദുരന്തങ്ങളുടെ അടുത്ത ലക്ഷ്യമാകുമെന്ന് മാധവ് പറഞ്ഞിരുന്നു. നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പരിസ്ഥിതിക്കെതിരെ എന്തെങ്കിലും ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ശബ്ദമുയർത്തണം. ഉദാഹരണത്തിന് ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പാർപ്പിടം പണിയുന്നതിനായി
ഇതിനകം തന്നെ വിരളമായ മരങ്ങൾ വെട്ടിമാറ്റാൻ സർക്കാർ ശ്രമിച്ചു. ആളുകൾ ശബ്ദമുയർത്തി, പദ്ധതി ഉപേക്ഷിച്ചു. ആവശ്യമുള്ളപ്പോൾ നമ്മൾ ശബ്ദമുയർത്തിക്കൊണ്ടേയിരിക്കണം. ചെറുതായി തോന്നുന്ന ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടതും ശബ്ദമുയർത്തേണ്ടതും എത്രത്തോളം ആവശ്യമാണെന്ന് ഈ പ്രശ്നങ്ങൾ കാണിക്കുന്നു. അവിടെയും ഇവിടെയും മരങ്ങൾ വെട്ടിമാറ്റുന്നത് പിന്നീട് പ്രകൃതി ദുരന്തം സൃഷ്ടിക്കും. അതിനാൽ ജാഗരൂകരായിരിക്കുകയും നിങ്ങളുടെ ശബ്ദമുയർത്തുകയും ചെയ്യുക. കേരളത്തിലെ വയനാട് ഉരുൾപൊട്ടൽ നിരവധി ഘടകങ്ങളാൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. കേരളത്തിൽ മൺസൂൺ കാലത്ത് സാധാരണമായ തീവ്രവും നീണ്ടതുമായ മഴയാണ് പ്രാഥമിക കാരണം. ഇത് ഭൂമിയിലെ ജലസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. വയനാടിന്റെ ഭൂപ്രദേശം കുത്തനെയുള്ള ചരിവുകളും അയഞ്ഞ മണ്ണുമുള്ളതിനാൽ അത് ഉരുൾപൊട്ടലിന് സാധ്യതയുള്ളതാക്കുന്നു. പ്രദേശത്തിന്റെ മണ്ണിന്റെ ഘടനയും ഭൂപ്രകൃതിയും അതിന്റെ ദുർബലതയ്ക്ക് കാരണമാകുന്നുണ്ട്. അനിയന്ത്രിതമായ വനനശീകരണവും നിർമ്മാണം, കൃഷി തുടങ്ങിയ ഭൂവിനിയോഗത്തിലെ മാറ്റങ്ങളും ചരിവുകളെ അസ്ഥിരപ്പെടുത്തുകയും ഇത് ജലം ആഗീകരണം ചെയ്യാനുള്ള കരയുടെ സ്വാഭാവിക ശേഷി കുറയ്ക്കുകയും ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശരിയായ പാരിസ്ഥിതിക പരിഗണനകളില്ലാതെ റോഡുകളും കെട്ടിടങ്ങളും ഉൾപ്പെടെയുള്ള ആസൂത്രിതമല്ലാത്തതും വേഗത്തിലുള്ളതുമായ അടിസ്ഥാന സൗകര്യ വികസനം ചരിവുകളുടെ സ്ഥിരതയെ കൂടുതൽ ദുർബലപ്പെടുത്താൻ സാധ്യതയാണ്. കാലാവസ്ഥ വ്യതിയാനങ്ങൾ കൂടുതൽ തീവ്രവും പ്രവചനാതീതവുമായ മഴയിലേക്ക് നയിക്കുന്നത് പ്രദേശത്തെ ഉരുൾപൊട്ടലിന്റെ ആവൃത്തിയും തീവ്രതയും വർദ്ധിപ്പിക്കുന്നു. ഈ സംയോജിത ഘടകങ്ങൾ വയനാട് ഉരുൾപൊട്ടലിന്റെ വിനാശകരമായ ആഘാതത്തിലേക്ക് നയിച്ചു. ഇത് ജീവഹാനി, സ്വത്ത് നാശം, ഉപജീവന മാർഗം തടസ്സപ്പെടുത്തൽ എന്നിവയ്ക്ക് കാരണമായി. ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ തടയുന്നതിന് കൂടുതൽ സജീവവും സമഗ്രവുമായ സർക്കാർ നയങ്ങളും നടപടികളും ആവശ്യമാണെന്ന് ഈ ഘടകങ്ങൾ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ വയനാട്ടിൽ നടന്ന വലിയ ദുരന്തം പോലുള്ള അപകട സാധ്യതകൾ മുൻകൂട്ടി അറിയാൻ സാധിക്കുമോ? അതൊരു ചോദ്യമാണ്. തീർച്ചയായും അത് വലിയൊരു സാധ്യതയാണ്. എൻ്റെ അഭിപ്രായത്തിൽ വേണം എന്ന് വെച്ചാൽ അത് മുൻകൂട്ടി അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അതെങ്ങനെയെന്നല്ലേ? മണ്ണിന്റെ ഘടന, ചരിവുകളുടെ സ്ഥിരത, ഡ്രെയിനേജ് പാറ്റേണുകൾ എന്നിവ പരിശോധിച്ച് ഒരു പ്രദേശത്തിന്റെ ദുർബലത വിലയിരുത്തുന്നതിന് ജിയോളജിക്കൽ സർവേകൾ നിർണായകമാണ്. കാലാവസ്ഥ സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് കനത്ത മഴ, മണ്ണിടിച്ചിൽ അപകട സാധ്യതകളെ സാരമായി ബാധിക്കുന്നതിനാൽ സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. സാറ്റലൈറ്റ് ഇമേജറി, റിമോട്ട് സെൻസിംഗ് തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകൾ ലാൻഡ്സ്കേപ്പ് മാറ്റങ്ങളും മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള മണ്ണിന്റെ ഈർപ്പത്തിന്റെ അളവും കണ്ടെത്താൻ സഹായിക്കും. ഭൂകമ്പ പ്രവർത്തനവും ഒരു പ്രധാന ഘടകമാണ്. കാരണം ഭൂകമ്പങ്ങൾക്ക് മണ്ണിടിച്ചിൽ ഉണ്ടാക്കാൻ കഴിയും. അപകട സാധ്യതകൾ മനസ്സിലാക്കുന്നതിന് ഭൂകമ്പ നിരീക്ഷണം അത്യന്താപേക്ഷിതമാക്കുന്നു. മുൻകാല ഉരുൾപൊട്ടൽ സംഭവങ്ങളെക്കുറിച്ചുള്ള ചരിത്രപരമായ ഡാറ്റ ഭാവിയിലെ സംഭവങ്ങളെക്കുറിച്ചുള്ള മൂല്യവത്തായ ഉൾക്കാഴ്ചകൾ നൽകുന്നുണ്ട്. അത് വേണ്ട രീതിയിൽ മനസ്സിലാക്കുക എന്നത് നമ്മുടെ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഈ മേൽപ്പറഞ്ഞ രീതികൾ തത്സമയ ഡാറ്റയും മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങളുമായി സംയോജിപ്പിക്കുന്നതിന് മുൻകൂർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും കമ്മ്യൂണിറ്റികളെ അലേർട്ട് ചെയ്യാനും അപകട സാധ്യതകൾ ഫലപ്രദമായി ലഘൂകരിക്കാനും സഹായിക്കുന്നു. അപകടം നടന്ന് ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷമോ അല്ലെങ്കിൽ വയനാടിനെ ദിവസങ്ങളോളം കണ്ണീരിൽ ആഴ്ത്തിയ ഈ മഹാദുരന്തങ്ങൾ പോലെ ഉള്ളവ സംഭവിച്ചതിന് ശേഷമോ കാരണം തേടി പോകുന്നതിൽ എന്താണ് അർത്ഥം? ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, കുടുംബം ഇല്ലാതെയായി കഴിഞ്ഞു. അതുകൊണ്ട് സാങ്കേതിക വിദ്യകൾ മുൻകൂർ ഉപയോഗപ്പെടുത്തി അവരുടെ ജീവൻ രക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. സുഹൃത്തുക്കളെ, ഇതൊരു ഓർമ്മപ്പെടുത്തലായി ഞാൻ പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം നിങ്ങൾക്കും അറിയാം. അതെ, മുല്ലപ്പെരിയാർ ഒരു മഹാദുരന്തം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നും അതിൻ്റെ നാശനഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നും എല്ലാവർക്കും അറിയാം. നമ്മുടെ നേതൃത്വങ്ങൾക്ക് പോലും അറിയാവുന്ന ഒന്നാണ്. അത് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് ഓരോരുത്തരുടെയും പ്രാർത്ഥന. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ അതിൻ്റെ അനന്തരഫലങ്ങൾ വിനാശകരമായിരിക്കും. ഇന്ത്യയുടെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ട് പെരിയാർ നദിയിൽ നിന്നുള്ള ഗണ്യമായ അളവിലുള്ള ജലത്തെ തടഞ്ഞു നിർത്തുന്നു. അത് തകരുകയാണെങ്കിൽ വൻതോതിലുള്ള വെള്ളത്തിൻ്റെ കുത്തൊഴുക്ക് അതിൻ്റെ പാതയിലെ പ്രദേശങ്ങളെ നശിപ്പിക്കും. ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. വർഷങ്ങളായി ഇത് ചർച്ച ചെയ്യപ്പെടുന്നുമുണ്ട്. അതുകൊണ്ടാണ് സംഭവിച്ചതിന് ശേഷം കാരണങ്ങൾ തിരക്കുന്നതിനേക്കാൾ നല്ലത് മുൻകൂർ നടപടി സ്വീകരിക്കുന്നതാണ് നല്ലത് എന്ന് ഞാൻ പറയാൻ കാരണം. അതുകൊണ്ട് അപകടങ്ങളെ മുന്നിൽ കണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന ഓർമ്മപ്പെടുത്തലോടും വയനാടിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നന്മകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.